Hi all. In the case of module 4, module 3, we have two theorems. That is theorem of perpendicular axis and parallel axis theorem. So theorem of perpendicular axis എന്ന് പറയുന്നത് വേറൊരു പേരാണ് perpendicular axis theorem. രണ്ട് കേട്ടാലും സെയിം ആണെന്ന് ആരും ഓർത്തിരിക്കുക. അതല്ലാതെ വേറെ ഒരു രീതി ചോദിക്കുന്നത് പോളാർ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും. പോളാർ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IZ എന്നാണ് ഉദ്ദേശിക്കുന്നത്. IZ എന്താന്ന് പറഞ്ഞുതരാം. സോ IZ ആണ് പോളാർ മൊമെന്റ് ഓഫ് ഇനേർഷ്യ. അത് ചോദിച്ചാലും ഈ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എഴുതി വെച്ചാൽ ജസ്റ്റ് 2-3 മാർക്കും ചോദിക്കാൻ തന്നെ ഈ കാര്യങ്ങളൊക്കെ എഴുതി വയ്ക്കുന്ന കാര്യം ഓർത്തിരിക്കാം. സോ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറത്തിൽ we have three axes. അതായത് ഫസ്റ്റ് വൺ ഈസ് x axis, y axis and z axis. Z axis സാധാരണ നമ്മൾ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്ന അതിന് പകരം അതായത് ഈ ഒരു നമ്മുടെ മേത്തേക്ക് വരുന്ന ഇത് ജസ്റ്റ് ഈ ഒരു പോയിന്റിന് നോർമലായിട്ട് നമ്മളൊരു പെൻസിൽ ഇവിടെ കുത്തിയിട്ട് ഈ ഒരു സ്ക്രീനിന് നോർമലായിട്ട് നമ്മൾ പെൻസിൽ വെക്കുകയാണെങ്കിൽ എങ്ങനെയാണോ, അതായത് ഈ ഒരു പോയിന്റ് നിങ്ങളുടെ കണ്ണിലേക്ക് വരുന്ന രീതിയിൽ ഇമാജിൻ ചെയ്യാം. ഓക്കെ, അങ്ങനെയാണ് ഞാൻ Z ആക്സിസ് റെപ്രസെന്റ് ചെയ്തേക്കുന്നത്. അതല്ലാതെ ഇങ്ങനെയല്ല റെപ്രസെന്റ് ചെയ്തേക്കുന്നത്. Z ആക്സിസ് എവിടെ പോകുമെന്ന് വിചാരിക്കരുത്, ഈ ഒരു പോയിന്റിന് നോർമലായിട്ടാണ്. എനിക്കതിങ്ങനെ വരച്ച് കാണിക്കാൻ പറ്റില്ലല്ലോ. ഓക്കെ, ഈ ഒരു പോയിന്റിന് നേരെ പെർപെൻഡിക്കുലർ ആയിട്ട് കേട്ടോ. അതായത് ഇത് നമ്മുടെ XY പ്ലെയിൻ ആണ്. XY പ്ലെയിൻ എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ലാപ്ടോപ്പ് ആണെങ്കിൽ ലാപ്ടോപ്പിന്റെ ഈ പ്ലെയിൻ ആണ് XY പ്ലെയിൻ. ബിക്കോസ് ഇത് X ആണ്, ഇത് Y ആണ്. ഓക്കെ, ഈ പ്ലെയിനിന് നോർമലായിട്ട് കണ്ടോ, നിങ്ങളുടെ ഈ പോയിന്റ് നിങ്ങളൊരു പെൻസിൽ കുത്തി വയ്ക്കുകയാണെങ്കിൽ പെൻസിൽ നോർമലായിട്ട്, എനിക്ക് ഇത് കാണിക്കാൻ പറ്റത്തില്ല, അത് ഇങ്ങനെ നമ്മൾ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ കറക്റ്റ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഈ ഒരു പോയിന്റ് നിങ്ങൾ കണ്ണിലേക്ക് വരുന്ന രീതിയിൽ ആസ്യം ചെയ്ത് വയ്ക്കാം. ഈ ഒരു പോയിന്റ് ജസ്റ്റ് ഒരു പെൻസിൽ കുത്തി വെച്ച് നോക്കാം. ഓക്കെ, ആ രീതിയിലാണ് Z ആക്സിസ് ഉള്ളതെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. സോ Z ആക്സിസിന്റെ രണ്ട് പ്രത്യേകത നിങ്ങൾ ഓർത്തിരുന്നോളാം. Z ആക്സിസിന് ഈ കേസിൽ പറയുന്ന Z ആക്സിസ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് രണ്ട് ആക്സിസ് ഉണ്ട്, X ആൻഡ് Y ആക്സിസ്. ഈ X ആക്സിസിന്റെയും Y ആക്സിസിന്റെയും ഇന്റർസെക്റ്റിംഗ് പോയിന്റിലാണ് ഈ Z ആക്സിസ് ഉള്ളത്. ഓക്കെ, Z ആക്സിസ് ഈ പോയിന്റിലൂടെ പാസ് ചെയ്ത് പോകുന്നത്. പിന്നെ ഈ X ആൻഡ് Y കണ്ടെയ്ൻ ചെയ്യുന്ന പ്ലെയിൻ, ഈ പ്ലെയിൻ എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു നമ്മുടെ ഒരു ഫോൺ ആണെങ്കിൽ ഇതാണ് നമ്മുടെ പ്ലെയിൻ ഉദ്ദേശിക്കുന്നത്, കണ്ടെയ്ൻ ചെയ്യുന്ന പ്ലെയിൻ. ഈ പ്ലെയിന് നോർമലായിട്ടാണ് നമ്മുടെ Z ആക്സിസ് ഉള്ളത്. ഓക്കെ, അതായത് ഈ ഒരു പോയിന്റ് നേരെ വരുന്ന രീതിയിൽ നിങ്ങൾ അസ്യൂം ചെയ്യാം. ഓക്കെ, 3D ആയിട്ട് നിങ്ങൾ അസ്യൂം ചെയ്ത് നോക്കാം. അപ്പൊ ഈ ഒരു തിയറത്തിൽ നമ്മൾ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ Z ആക്സിസ് എന്ന് പറഞ്ഞല്ലോ, ഈ IZന്റെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഒരു തിയറമാണ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം, അല്ലെങ്കിൽ പോളാർ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം യൂസ് ചെയ്യുന്നത്. ഹിയർ IZ is equal to, ഇപ്പൊ ഇങ്ങനെ ഒരു ഇവിടെ ഏരിയ ഉണ്ടെന്ന് വിചാരിക്കാം. ഏരിയ ഉണ്ട്. അപ്പൊ എനിക്ക് Z ആക്സിസിന് എബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, എനിക്ക് IXXന്റെ വാല്യൂ IYYയുടെ വാല്യൂ അറിഞ്ഞിരുന്നാൽ മതി. അതായത് ഈ ഒരു ഏരിയയുടെ XX ആക്സിസിന് എബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ എങ്ങനെ എഴുതാണ്, IXX കിട്ടും. ഓക്കെ, അതിപ്പോൾ എനിക്കറിയാമെന്ന് ഇമാജിൻ ചെയ്യാം. പ്ലസ് അതിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്താൽ മതി, പ്ലസ് ഈ ഒരു ഫിഗറിന്റെ YY ആക്സിസിന് എബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ. സോ X ആൻഡ് Y ആക്സിസിന് എബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ സം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നമ്മുടെ Z ആക്സിസ്, അതായത് XY ആക്സിസിന് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിലൂടെ പാസ് ചെയ്ത് പോകുന്ന പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസിന് എബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യയാണ് IZ. സോ ഹിയർ IZ is equal to IXX plus IYY. ഇതാണ് ശരിക്കും പറഞ്ഞത് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. അപ്പം അതിന് ഡെറിവേഷനും കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. സോ അതിൻ്റെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ഓർത്തിരുന്നോളും. ഇറ്റ് സ്റ്റേറ്റ്സ് if IXX and IYY be the moment of inertia of a plane section about two perpendicular axes meeting at O, ശരിയല്ലേ, ഇത് Xഉം Yയും പെർപെൻഡിക്കുലർ ആണ്, meeting at O. The moment of inertia IZ about the axisന്റെ പ്രത്യേകത എഴുതിക്കോണം. എന്താണ്, perpendicular to the plane and passing through the intersection of X and Y. ഇത് പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിരിക്കും, അതുപോലെ തന്നെ X ആൻഡ് Yയുടെ ഇന്റർസെക്റ്റിംഗ് പോയിന്റിലൂടെ ആയിരിക്കും ഇത് പാസ് ചെയ്ത് പോകുന്നത്. IZന്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ബൈ തിയറം ഓഫ് പെർപെൻഡിക്കുലർ ആക്സിസ് വി ഹാവ് IZ is equal to IXX plus IYY. സോ അതിന് ഡെറിവേഷന് വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒരു ചെറിയൊരു ലാമിന സെലക്ട് ചെയ്യുക. ലാമിന എന്ന് പറഞ്ഞാൽ തിൻ ഏരിയ ആണ്. സെലക്ട് ചെയ്തു
അതിനകത്തൊരു കുഞ്ഞ് എലമെൻ്ററി ഏരിയ സെലക്ട് ചെയ്യാൻ പോവാണ്. ഡി എ തിക്നെസ് ഉള്ള ഒരു ഷേപ്പിൽ ഏരിയ ഉള്ള ഒരു ചെറിയൊരു എലമെൻ്ററി ഏരിയ സെലക്ട് ചെയ്തു. പിന്നെ ഈ ഒരു പോയിന്റിന്റെ കോർഡിനേറ്റ്സ് ആണ് എക്സ് ആൻഡ് വൈ. അപ്പോൾ നമ്മുടെ ആക്സിസ് മാർക്ക് ചെയ്തിട്ടുണ്ട്, ഒ എക്സ് ആക്സിസും ഒ വൈ ആക്സിസും മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ. സോ ഈ ഒരു പോയിന്റിന്റെ ഈ എലമെൻ്ററി ഏരിയയുടെ രണ്ട് കോർഡിനേറ്റ്സ് മാർക്ക് ചെയ്യാണ്. എക്സ്, ഈ വൈ ആക്സിസിൽ നിന്ന് ഇവിടെ വരെ ഡിസ്റ്റൻസ് എക്സും എക്സ് ആക്സിസിൽ നിന്ന് ഇവിടെ വരെയുള്ള ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വൈ എന്ന് മാർക്ക് ചെയ്തു. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയുള്ളൂ. നമ്മളൊരു വേറൊരു ആക്സിസ് കൺസിഡർ ചെയ്യാൻ പോകണം, അതായത് ഒ ഇസഡ് ആക്സിസ്. ഒ ഇസഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, അത് ഒ എക്സ് ആൻഡ് ഒ വൈ ലൈന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും പോകുന്നത്. ഫൈൻ. ഇനി ഈ ഐ ഇസഡ് ഇസഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മുടെ ഇസഡ് ആക്സിസ് തൊട്ട് നമ്മുടെ എലമെൻ്ററി ഏരിയ വരെയുള്ള ഡിസ്റ്റൻസ് സ്മോൾ ലെറ്റർ ആർ ആണ്. പിന്നെ നമ്മുടെ എക്സ് എക്സ് ആക്സിസ് ഒ എക്സ് ആക്സിസ് തൊട്ട് ഈ എലമെൻ്ററി ഏരിയ വരെ ഡിസ്റ്റൻസ് എത്രയാണ്? വൈ ആണ്. ഇനി വൈ ആക്സിസ് തൊട്ട് ഈ എലമെൻ്ററി ഏരിയ വരെയുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എക്സ് ആണ്. അപ്പം നമ്മൾ ഡിസ്റ്റൻസുകളെല്ലാം മാർക്ക് ചെയ്തു. ഇനി ഐ എക്സ് എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കാം. ഐ എക്സ് എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമുക്കറിയാം, നോർമലി നമ്മുടെ മൊമെന്റ് ഓഫ് ഇനേഷ്യയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റഗ്രൽ ആർ സ്ക്വയർ അല്ലെങ്കിൽ എക്സ് സ്ക്വയർ ഡി എന്നൊക്കെയാണ് അല്ലേ. സോ ഈ കേസിൽ ഐ എക്സ് എക്സ് എന്ന് പറയുകയാണെങ്കിൽ എന്തായിരിക്കും? ഐ എക്സ് എക്സ് എന്ന് പറയുന്ന ക്ലൂ തരാം. എക്സ് ആക്സിസ് ചെയ്യുന്ന എലമെൻ്ററി ഏരിയ വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണ് ആദ്യമേ തന്നെ നോട്ട് ചെയ്യണം. എന്തായിരുന്നു പറഞ്ഞത്? എക്സ് ആക്സിസ് ചെയ്യുന്ന, ഇതാണ് എക്സ് ആക്സിസ് ഒ എക്സ്. ഈ ആക്സിസ് ചെയ്യുന്ന എലമെൻ്ററി ഏരിയ ഡിസ്റ്റൻസ് എത്രയാണ്? വൈ അല്ലേ. അപ്പം എങ്ങനെ എഴുതണം? ഇൻറ്റഗ്രൽ വൈ സ്ക്വയർ ഡി എന്ന് കിട്ടും. അപ്പം അതെന്തായിരുന്നു? ഐ എക്സ് എക്സ് ആണ്. ഓക്കെ. ഇനി അടുത്തത് ഐ വൈ വൈ എന്തായിരിക്കും എന്ന് നിങ്ങൾ നോട്ട് ചെയ്യുക. ഐ വൈ വൈ എന്ന് പറയുമ്പോൾ ഇൻറ്റഗ്രൽ ഏതെങ്കിലും ഒരു ഡിസ്റ്റൻസ് സ്ക്വയർ ഇൻറ്റു ഡി എന്നാണ് ഇക്വേഷൻ വരുന്നത്. സോ ഐ വൈ വൈ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇൻറ്റഗ്രൽ എന്തായിരിക്കും? ഇതാണ് നമ്മുടെ വൈ ആക്സിസ് അല്ലേ. സോ ഈ വൈ ആക്സിസിൽ നിന്ന് എലമെൻ്ററി ഏരിയ ഡിസ്റ്റൻസ് എത്രയാണ്? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എത്രയാണ്? എക്സ് അല്ലേ. സോ ഐ എക്സ് എക്സ് ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഐ വൈ വൈ ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ എക്സ് സ്ക്വയർ ഡി എന്ന് നമ്മൾ സെറ്റ് ചെയ്ത്. അപ്പോൾ ഈ രണ്ട് റിലേഷൻസ് നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണെന്ന് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഇനി അടുത്തത് നമുക്ക് ഐ ഇസഡ് ഇസഡ് എന്താണെന്ന് എഴുതി നോക്കണം. ഐ ഇസഡ് ഇസഡ് ഇസ് സിമിലർലി നമുക്ക് ഇക്വേഷൻ നമുക്കറിയാം, എന്തെങ്കിലും ഒരു ഇൻറ്റഗ്രൽ ഡിസ്റ്റൻസ് സ്ക്വയർ ഇൻറ്റു ഡി എൻ ആയിരിക്കും. സോ ഇസഡ് ആക്സിസ് തൊട്ട് നമ്മുടെ എലമെൻ്ററി ഏരിയ വരെയുള്ള ഡിസ്റ്റൻസ് പറയുകയാണെങ്കിൽ കണ്ടോ, ഇതാണ്. ഇതിന് നോർമലായിട്ട് പെൻസിൽ പിടിച്ചു കഴിഞ്ഞാൽ അതാണ് നമ്മുടെ ആക്സിസ് എന്ന് പറയുന്നത് അല്ലേ. സോ ആക്സിസ് തൊട്ട് എലമെൻ്ററി ഏരിയ ഡിസ്റ്റൻസ് സ്മോൾ ലെറ്റർ ആർ ആണ്. സോ നമ്മൾ എങ്ങനെ എഴുതണം? ഇൻറ്റഗ്രൽ ആർ സ്ക്വയർ ഡി എന്ന് സെറ്റ് ചെയ്ത് എഴുതാം. ഓക്കെ. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഈ ഒരു നമുക്ക് ഇവിടെ ഒരു റെക്റ്റാങ്കിൾ ട്രയാങ്കിൾ ഉണ്ട്. അതായത് ട്രയാങ്കിൾ അതായത് ഈ ഒരു ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്തു. സോ ഈ ഡിസ്റ്റൻസ് വൈ ആണ്, ഈ ഡിസ്റ്റൻസ് ആർ ആണ്. സോ ഈ ഡിസ്റ്റൻസ് എക്സ് ആണെങ്കിൽ ഈ ഡിസ്റ്റൻസ് എന്തായിരിക്കും? ഇതും എക്സ് ആണ് അല്ലേ, എക്സ് ആണ്. സോ ഇത് 90 ഡിഗ്രി ആണ്, ഇത് ഹൈപ്പോട്ടനസ് ആണ്. സോ ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. സോ ആർ സ്ക്വയറിന്റെ പ്ലേസിൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിന് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ ഹിയർ ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. അതിവിടെ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കുവാണ്, ഇവിടെ ചെയ്തേക്കുന്നത് കണ്ടോ. ഇവിടെ നമ്മളിങ്ങനെ ഇക്വേഷൻ ചെയ്തിട്ട് ആറിൻ്റെ പ്ലേസിൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് സ്പ്ലിറ്റ് ചെയ്തു. സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഇൻറ്റഗ്രൽ ഇവിടെ ജസ്റ്റ് കൊടുക്കാത്തതാണ്, ഒരു ഇൻറ്റഗ്രൽ ഉണ്ടെന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. മുകളിൽ തന്നെ നമ്മൾ ഐ എക്സ് എക്സും ഐ വൈ എന്താണെന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. നീ ഇവിടെ എഴുതിയേക്കുന്നുണ്ടോ? ഇൻറ്റഗ്രൽ വൈ സ്ക്വയർ ഡി എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് ഐ എക്സ് എക്സ് ആണ്. ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം, ഇവിടെ ഇൻറ്റഗ്രൽ വൈ സ്ക്വയർ ഡി എന്താണ്? ഐ എക്സ് എക്സ് എന്ന് കൊടുക്കുക. ഇൻറ്റഗ്രൽ എക്സ് സ്ക്വയർ ഡി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇൻറ്റഗ്രൽ എക്സ് സ്ക്വയർ ഡി എസ് ഐ വൈ വൈ അല്ലേ. സോ അവിടെ ഐ വൈ വൈ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഐ ഇസഡ് ഇസഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ ഇസഡ് ഇസ് ഈക്വൽ ടു ഐ വൈ വൈ പ്ലസ് ഐ എക്സ് എക്സ്. അല്ല എങ്ങനെ പറയാം? ഐ എക്സ് എക്സ് പ്ലസ് ഐ വൈ വൈ. ഈ ഡെറിവേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, ഇതെല്ലാവരും നോട്ട് ചെയ്യാം കേട്ടോ. The next one is parallel axis theorem അല്ലെങ്കിൽ theorem of parallel axis. ഇതിനകത്ത് മെയിൻലി നമ്മൾ ഉദ്ദേശിക്കുന്ന ഇത്രേ ഉള്ളൂ. ഇങ്ങനെ ഒരു ഫിഗർ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ ഒരു ഫിഗറിൻ്റെ ഈ ഒരു കംപ്ലീറ്റ് പോർഷൻ്റെ ഏരിയ ക്യാപിറ്റൽ എ എന്ന് ഡിനോട്ട് ചെയ്തു. ഫിഗറിൻ്റെ സെൻറ്ററോട് ഇവിടെ മാർക്ക് ചെയ്തു, അതായത് ജി എന്ന് മാർക്ക് ചെയ്തു, സെൻറ്ററോട് മാർക്ക് ചെയ്തു. ഇനി ഈ ഫിഗറിൻ്റെ ഒരു സെൻട്രോഡൽ ആക്സിസ് മാർക്ക് ചെയ്യാൻ പോവാണ്.
അതിന് പാരലായിട്ട് എവിടെയെങ്കിലും ആയിക്കോട്ടെ അതിന് പാരലായിട്ട് വേറൊരു ആക്സിസ് മാർക്ക് ചെയ്തു. ആ ആക്സിസിന് പേര് കൊടുക്കാൻ പോവാണ് എ ബി ആക്സിസ്. ഇനി ഈ രണ്ട് ആക്സിസിന്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് ഞാൻ ഡിനോട്ട് ചെയ്യാൻ പോവാണ് ബൈ ദ ലെറ്റർ സ്മോൾ ലെറ്റർ എച്ച്. രണ്ട് പാരലൽ ആക്സിസിന്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് ആണ് സ്മോൾ ലെറ്റർ എച്ച്. ഇനി നമുക്കറിയാം, നമുക്ക് ഓരോ ഫിഗേഴ്സ് ഉണ്ട്. സെൻട്രോയിഡൽ ആക്സിസിന് എബോട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ ഈ ഒരു ഫിഗറിന്റെ സെൻട്രോയിഡൽ ആക്സിസിന് എബോട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ഐ ജി എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഐ ജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു ഏരിയയുടെ ഈ സെൻട്രോയിഡൽ ആക്സിസിന് എബോട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണ്. ഇനി ഐ എ ബി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ സെൻട്രോയിഡൽ ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ആക്സിസ് ആണ് എ ബി. സോ ആ എ ബി ആക്സിസിന് എബോട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണ് ഐ എ ബി എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. So, by this parallel axis theorem, so in the case of parallel axis theorem, we have two axes. One axis should be centroidal axis, and these two axes should be parallel to each other. And the distance between these two axes, just assume that that distance is h. And the area of this complete figure is capital A. Then IAB is equal to IAB കണ്ടുപിടിക്കാൻ നമ്മൾ ഏത് ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി? IG plus AH square. അതൊന്നെങ്കിൽ ക്യാപിറ്റൽ എ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സ്മോൾ ലെറ്റർ എ യൂസ് ചെയ്യാം. എ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഏത് ഫിഗറാണോ കൺസിഡർ ചെയ്യുന്നത് ആ ഒരു ഫിഗറിന്റെ ഏരിയ ആണ് ക്യാപിറ്റൽ എ അല്ലെങ്കിൽ സ്മോൾ ലെറ്റർ. എച്ച് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ രണ്ട് പാരലൽ ആക്സിസിന്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് ആണ് എച്ച്. ഐ ജി എന്ന് പറയുകയാണെങ്കിൽ ഈ രണ്ട് ആക്സിസിൽ ഒരെണ്ണം സെൻട്രോയിഡൽ ആക്സിസ് ആണല്ലോ. സോ സെൻട്രോയിഡൽ ആക്സിസിന് എബോട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണ് ഐ ജി. സോ ഈ തിയറം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഡെറിവേഷൻ്റെ അടുത്ത സെഷനിൽ വീഡിയോ പറയാം. അപ്പോൾ ഈ ഡെറിവേഷൻ എന്താണെന്ന് നിങ്ങൾ എല്ലാവരും വായിച്ചു നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒന്നായിട്ട് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പഠിക്കുമ്പോൾ ഹാൻഡ് റിട്ടൺ നോട്ടും തന്നിട്ടുണ്ട്. ആ ഹാൻഡ് റിട്ടൺ നോട്ടിലെ നോട്ട്സ് വേണം നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതാനായിട്ട്.